യമഹ എഫ് സി വേർഷൻ 1 മൈലേജ് ടെസ്റ്റ് വീഡിയോ. ശരിക്കും പറഞ്ഞാൽ മൈലേജ് ടെസ്റ്റ് എനിക്കത്ര എന്താ പറയുക ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു. കാരണം അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ കിട്ടുന്ന മൈലേജ് നമുക്ക് റിയൽ ലൈഫ് യൂസിൽ കിട്ടുന്ന മൈലേജും തമ്മിൽ നല്ല ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെറുതെ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വെറുതെ ചെയ്യണ്ടെന്ന് കരുതി അങ്ങനെ കഴിഞ്ഞ ദിവസം ട്രിപ്പ് പോയപ്പോഴത്തേക്കിന് സാധനം നോക്കി, മൈലേജ് നോക്കി. അതായത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അതായത് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് സെയിം വെയ്റ്റാണ്. അവനൊരു 78 കിലോ ഉണ്ടാവും, ഞാനൊരു 65 സംതിങ് കിലോ ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും കൂടെ എറണാകുളത്ത് നിന്ന് രാവിലെ എഴുന്നേറ്റ് പെട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു, ടാങ്കിൽ എന്തേലും ഉണ്ടെന്നുള്ളത്. അതൊരു 1/2 ലിറ്റർ പെട്രോൾ ഉണ്ടാവും അല്ലേ? അങ്ങനെ പെട്രോളൊക്കെ ചെക്ക് ചെയ്തിട്ട് നേരെ ടീ ടൈമിൽ പോയിട്ട് ഒരു ചായ അടിച്ചിട്ട് നേരെ പോയി വാഗമൺ കുട്ടിക്കാനം നമ്മുടെ മുണ്ടക്കയം വഴി, അതായത് വളഞ്ഞങ്ങാനം മുണ്ടക്കയം വഴി പൊൻകുന്നം ചെന്നിട്ട് അവിടെ നിന്ന് നേരെ ആലപ്പുഴ ചെന്ന് ഇവനെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചെറണാകുളം. കറങ്ങി ചുറ്റിയുണ്ടല്ലോ. അന്നത്തെ ഒരു ദിവസം നശിച്ചെന്നോർത്തെ. കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നേരെ പോയി വാഗമൺ നമ്മുടെ കാഞ്ഞാർ റൂട്ട് വഴിയാണ് പോയത്. നല്ല സ്മൂത്ത് റോഡും പുതിയ പണി തീർന്ന റോഡാണെന്ന് തോന്നുന്നു. നല്ല ഒരൊറ്റ റോഡാണ് നേരെ വാഗമൺ. അത്യാവശ്യം എന്താ പറയുക, എൻജോയ് ചെയ്ത് കർവും കാര്യങ്ങളൊക്കെ നമുക്ക് കോർണറിങ് ഒക്കെ അടിച്ച് പോകുന്ന രീതിയിലുള്ള റോഡായിരുന്നു. പക്ഷേ ടയറ് നല്ല മോശമാണ്. ആ ടയർ തന്നെ ഇപ്പോഴും കിടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഏതറ്റം വരെ പോകുമെന്നറിയാൻ ഞാൻ ഇപ്പോഴും ഇട്ടേക്കും. അതായത് സ്റ്റോക്ക് ടയറാണ് കിടക്കുന്നത്. ഞാൻ മാറിയിട്ട് അത്യാവശ്യം നല്ല ലൈഫുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ഓടി. അന്നേരവും മൊട്ട ടയറിൽ എന്തേരം പോകുമെന്നുള്ള രീതിയിൽ ഈ ഒരു സാധനം തന്നെ ഇട്ടിട്ട് നേരെ പോയി. അങ്ങനെ വാഗമൺ, അതായത് പെട്രോൾ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ലിറ്റർ സംതിങ്ങാണ് പെട്രോൾ അടിച്ചിരിക്കുന്നത്. അതായത് 510 രൂപയ്ക്ക് അടിച്ചു. ഇതിനകത്തൊരു 1/2 ലിറ്റർ പെട്രോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 5 ലിറ്ററായിട്ട് റൗണ്ട് ചെയ്തു. 3 കട്ട പെട്രോള് വണ്ടി ഉണ്ടായിരുന്നു. അത്യാവശ്യം കയറ്റം ഇറക്കവും അതുപോലെ ഈ ഇട റോഡ് കാണുമ്പോഴത്തേക്കിനും അതിലെല്ലാം ഓഫ് റോഡ് പറ്റുന്നിടത്തൂടെ എല്ലാം ഞങ്ങൾ പോയി. അതിലെ കൂടെ ഓൾമോസ്റ്റ് കറങ്ങാവുന്നിടത്തൂടെ എല്ലാം കറങ്ങി. വാഗമൺ ഏരിയയിൽ അത്യാവശ്യം മൊട്ടമലകളൊക്കെ കയറി. പിന്നെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു, അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു സ്പോട്ടായിരുന്നു. പക്ഷേ വേറൊരു സ്പോട്ട് കിട്ടി, അങ്ങനെ അവിടെയും പോയി. ഈ ഒരു സ്പോട്ട് ശരിക്കും കൊള്ളാം. ഓഫ് റോഡൊക്കെ ഭ്രാന്തുള്ള ടീംസ് ആണെങ്കിൽ ദേ അവിടെ ഒരു ട്രാക്കും കിടപ്പുണ്ട്. അങ്ങോട്ടുള്ള വഴി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് വന്ന വഴിക്കൊരു വഴി കണ്ടിട്ട് കയറി വന്ന റോഡാണ്. എന്തായാലും സ്ഥലം ഇത് സൂപ്പർ സ്ഥലം കേട്ടോ. നല്ല ആംബിയൻസ്, നല്ല വ്യൂ ആണ്, ഒരു രക്ഷയില്ല. എനിക്കൊന്ന് ഈവനിങ് ടൈമിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടാറ് സ്പോട്ടാണ് കേട്ടോ. നല്ല സ്ഥലം, കൊള്ളാം. അപ്പോൾ അത് പോയാലേ, നമുക്ക് പോയേക്കാനുള്ളൂ. നല്ല ചുട്ട വെയിലാണ്, പഴുത്ത് പണ്ടാരടങ്ങി പോയേക്കാം. എവിടെയൊക്കെ പോയി കറങ്ങി ഞങ്ങൾ പ്രോപ്പർ വാഗമണിൻ്റെ സെൻട്രൽ ചെന്നപ്പോഴത്തേക്കിനും പ്രോപ്പർ വാഗമണ്ണിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയിൽ ഒരു ബാറ് മിന്നുന്നുണ്ട് കേട്ടോ. 104.9 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തു. അതായത് ഓൺ റോഡും ഓഫ് റോഡും രണ്ടും കൂടെ കൂട്ടി, അതായത് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കയറിയായിരുന്നു നമ്മൾ, അതും പ്ലസ് ഓൺ റോഡ് നമ്മൾ വന്നത്. അതായത് നല്ല കയറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ഒരു കട്ട മിന്നുന്നുണ്ട്, റിസർവ് ആയിട്ടില്ല, ഒരു കട്ട മിന്നുന്നുണ്ട്. പിന്നെ ടയറിൻ്റെ അവസ്ഥ പരിതാപകരമാണ്, പക്ഷെ നൂല് തെളിഞ്ഞിട്ടില്ല. നോക്കാം എത്രത്തോളം പോകുമെന്നുള്ള. ഇനി ഇവിടുന്ന് നേരെ കുട്ടിക്കാനം പോകാനായിട്ടറിയാം. കുട്ടിക്കാനം, വളഞ്ഞങ്ങാനം, അത് കഴിഞ്ഞിട്ട് നേരെ കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം. അങ്ങനെ വാഗമൺ സെൻറ്ററിൽ നിന്ന് വീണ്ടും നേരെ കുട്ടിക്കാനം പോയി. കുട്ടിക്കാനം അമ്മച്ചിക്കൊട്ടാരം വഴി കറങ്ങിയിട്ട് അതിനകത്തൂടെ ഒരു ഓഫ് റോഡ് റൂട്ടുണ്ട്. ആ ഓഫ് റോഡ് വഴി പോയിട്ട് നേരെ മെയിൻ റോഡിൽ വന്നു. 133 കിലോമീറ്റർ ഇപ്പോൾ റിസർവിലാണ് വണ്ടി റണ്ണിങ്. നമ്മൾ കുട്ടിക്കാനം അമ്മച്ചി കൊട്ടാരത്തിൻ്റെ റോഡ്, ഈ ഒരു ഓഫ് റോഡ് റോഡ് അറിയാവുന്ന ആൾക്കാർക്കറിയാം. ഇതിലെ കൂടെ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ അതിലെ കൂടെ കറങ്ങി ഞങ്ങളിപ്പം മുണ്ടക്കയം പോകുന്ന റൂട്ടിലോട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അമ്മച്ചി കൊട്ടാരത്തിൻ്റെ അവിടെ നിന്ന് നേരെ പോയത് വളഞ്ഞങ്ങാനത്താണ് കേട്ടോ. വളഞ്ഞങ്ങാനത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു സാധനമുണ്ട്, ഈ കാണുന്ന ബ്രെഡും അതുപോലെ തന്നെ അവിടുത്തെ ചായയോ കോഫിയോ എന്തോ ആയിക്കോട്ടെ, ആ ബ്രെഡ് പൊരിച്ചത് മോനെ എന്താ ടേസ്റ്റ്. അവിടുത്തെ ഡെഡിക്കേറ്റഡ് സാധനം ആ ഒരു മുതൽ. ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയെന്ന് തോന്നുന്നു എറണാകുളത്തോട്ട് വന്നു കഴിഞ്ഞിട്ട് അവിടെ പോയി ഈ സാധനം കഴിച്ചിട്ട്. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നേരെ പോയി ആ സാധനം പോയി കഴിച്ചു.
നല്ല ബ്രെഡും, നല്ല മൊരിഞ്ഞ ബ്രെഡും, നല്ല ചായയും. എന്നിട്ട് അവിടെ നേരെ മുണ്ടക്കയം വന്നു. മുണ്ടക്കയത്ത് പമ്പ് വന്നിട്ട് പെട്രോൾ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അതിനകത്ത് പിന്നെയും നമുക്ക് കോൺഫിഡൻസ് തരുന്ന രീതിയിൽ തന്നെ ടാങ്കിനകത്ത് പെട്രോളുണ്ട്. ദെൻ നേരെ പോയി പുൻകുന്നത്ത് ചെന്നിട്ട് അവിടെ അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു, ചെറക്കടവ് അമ്പലത്തിൽ ഉത്സവവും കൂടി നേരെ വീട്ടിൽ വന്ന് ഫുഡും കഴിച്ച് ഇവൻ ആലപ്പുഴ കൊണ്ട് വിടണമല്ലോ. ദെൻ 8:30 ആയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് ഇറങ്ങി ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് നമ്മുടെ പാമ്പാടി ആ റോഡ് വഴിയാണ് പോയെന്ന് തോന്നുന്നു. അവിടെ ഒരു പകുതിക്കലായപ്പോഴത്തേക്കിനും വണ്ടി ഫുൾ എംറ്റി ആയി. 187.6 കിലോമീറ്റർ ഓടി. ഞങ്ങൾ അന്നേരം കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഓൾമോസ്റ്റ് 37-38 കിലോമീറ്റർ വിത്ത് പില്യൺ നിങ്ങൾ ലോങ് ടൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ മൈലേജിൻ്റെ കേസിൽ അതൊക്കെയാണ് സംഭവങ്ങളുള്ളത്. ഇനി സോളോ ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ, ഞാൻ നാട്ടിൽ പോകുന്ന നേരത്ത് വണ്ടിക്ക് എബോവ് 46 കിലോമീറ്റർ മൈലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ പറയില്ല, അത്രയും ഡിഫറൻസ് നമ്മൾ ഒരു പില്യണെ വെച്ചുകൊണ്ട് പോകുമ്പോൾ, അതുപോലെ ഹൈ റേഞ്ചൊക്കെ പോകുമ്പോഴത്തേക്കും തോന്നിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര പ്രോപ്പറായിട്ടുള്ളൊരു സംഭവം കിട്ടണമെന്നില്ല. പിന്നെ ടോപ്പ് സ്പീഡ് കിട്ടിയിട്ടുള്ളത് അറൗണ്ട് ഞങ്ങൾ പോയത് ഒരു 100-105 അതൊക്കെയാണെന്ന് തോന്നുന്നു ടോപ്പ് കയറിയിട്ടുള്ളത്. കയറ്റത്തൊക്കെ ആണെങ്കിലും തേർഡ് ഗിയറിൽ അറൗണ്ട് 40-50 ആ ഒരു കിലോമീറ്റർ സ്പീഡിലൊക്കെ ഉള്ളൂ. ഒരു 100-110 മണ്ടലോട്ടൊന്നും അധികമൊന്നും ഈ ഒരു 150 cc എഞ്ചിനകത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട. പിന്നെ നല്ല സ്പീഡ് കയറുന്ന എഞ്ചിനുകളുണ്ട്. ബട്ട് ഞാൻ നോക്കിയത് ടോപ്പ് കിട്ടിയിട്ടുള്ളത് 110 കിലോമീറ്റർ സ്പീഡാണ്. അങ്ങനെയൊക്കെയാണ് മൈലേജിൻ്റെ സംഭവങ്ങൾ നടന്നത് ആ ഒരു ജേണിയിൽ. ഇനി കൂടുതൽ വണ്ടിയുടെ യമഹ FC വേർഷൻ 1 കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ ഉറപ്പായിട്ടും മറക്കാതെ ചാനലൊക്കെ സബ് ചെയ്ത് വെച്ചേക്കുക. എല്ലാ വണ്ടികളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ. ഞാൻ കരീഷ്മ 220 ഒക്കെ ഇഷ്ടംപോലെ തപ്പുന്നുണ്ട്, പക്ഷേ വണ്ടി ഒന്നും സെറ്റായി കിട്ടുന്നില്ല. ഭയങ്കര ആഗ്രഹമായി ഒരു കരീഷ്മ അതുപോലെ 220 ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിവ്യൂ ചെയ്യണമെന്നുള്ളത്. വണ്ടി തപ്പുന്നുണ്ട്, എല്ലാ വണ്ടികളും തപ്പുന്നുണ്ട്, നോക്കുന്നുണ്ട്. സമയവും അതിനനുസരിച്ച് കിട്ടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയും നമുക്ക് കൂടുതൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നേരം കാണാം. എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. സബ് ചെയ്യാത്ത ആൾക്കാർ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.